ഒരു കൊച്ചു ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ചെറിയ ഓടിട്ട വീട്ടിൽ ലക്ഷ്മി അമ്മൂമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം. മക്കളെല്ലാം ദൂരെ നഗരങ്ങളിലാണ്. അമ്മൂമ്മയുടെ ലോകം വീടിനു ചുറ്റുമുള്ള തുളസിത്തറയും പൂന്തോട്ടവുമായിരുന്നു. ഒരിക്കൽ പേമാരി പെയ്ത ഒരു വൈകുന്നേരം അമ്മൂമ്മ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ നനഞ്ഞു കുതിർന്ന ഒരു കൊച്ചു രൂപം കൊണ്ട് ഒരു വെള്ള പൂച്ചക്കുട്ടി വിശന്നു വലഞ്ഞ് അത് ദയനീയമായി കരയുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ അതിനെടുത്ത് ഒരു പഴയ തോർത്തെടുത്ത് അതിന്റെ നനവ് മാറ്റി ഒരു ചിരട്ടയിൽ കുറച്ച് ഇളം ചൂടുള്ള പാല് കൊടുത്തു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പൂച്ചക്കുട്ടി അമ്മൂമ്മയുടെ മടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. അമ്മൂമ്മ അവന് കിട്ടു എന്ന് പേരിട്ടു. പിന്നീട് അങ്ങോട്ട് ആ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. അമ്മൂമ്മ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂക്കൾ അവൻ തട്ടി താഴെയിടും. അമ്മൂമ്മ നൂൽകൊണ്ട് തുന്നാനിരിക്കുമ്പോൾ നൂൽപന്ത് തട്ടി ദൂരെ എത്തിക്കും. അമ്മൂമ്മ ഉറങ്ങുമ്പോൾ നൂലുകൊണ്ട് മൂക്കിൽ ഇക്കിളയിടും. ആദ്യം അമ്മൂമ്മ വഴക്കു പറയുമെങ്കിലും കിട്ടുവെന്ന് കാലിൽ ഉരസി മ്യാവ് എന്ന് വിളിച്ച് ഒരു നോട്ടം നോക്കിയാൽ അമ്മൂമ്മയുടെ ദേഷ്യം ഐസ് പോലെ ഉരുകും. ഒരിക്കൽ രാത്രിയിൽ അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു. എഴുന്നേൽക്കാൻ പോലും വയ്യാതെ അമ്മൂമ്മ കട്ടിലിൽ കിടന്നു. കിട്ടു കാര്യം മനസ്സിലാക്കി. അവൻ പതിവില്ലാതെ ഉറക്കെ കരഞ്ഞുകൊണ്ട് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഓടി. അവിടെയുള്ള കുട്ടിയുടെ കാലിൽ കടിച്ചും വലിച്ചും കരഞ്ഞും അവൻ അവരെ അമ്മൂമ്മയുടെ അടുത്തേക്ക് എത്തിച്ചു. സമയത്തിന് മരുന്ന് കിട്ടിയതുകൊണ്ട് അമ്മൂമ്മ വേഗം സുഖം പ്രാപിച്ചു. അമ്മൂമ്മ ഇപ്പോൾ പറയും, എനിക്കാരുമില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ കിട്ടുകുട്ടനുണ്ടല്ലോ. ഇന്നും ആ ഓടിട്ട വീടിന്റെ വരാന്തയിൽ ലക്ഷ്മി അമ്മൂമ്മ ചായ കുടിക്കുമ്പോൾ കാൽക്കൽ ഒരു വെള്ള പൂച്ചക്കുട്ടി വാലാട്ടിയിരിക്കുന്നത് കാണാം. അവർ പരസ്പരം മിണ്ടാതെ തന്നെ 1000 കഥകൾ പറയുന്നുണ്ടാവും. മൃഗങ്ങളായാലും മനുഷ്യരായാലും നമ്മൾ നൽകുന്ന സ്നേഹം ഒരിക്കലും വെറുതെ ആവില്ല. അത് 10 ഇരട്ടിയായി തിരിച്ചു വരും.